വായിച്ചോ, ശരിക്കും ബോർഡിലുള്ളത് വായിച്ചോ. അതായത് സേ എക്സാം എഴുതുന്നവർ ഈ തെറ്റുകൾ ആവർത്തിക്കരുത് എന്നുള്ളതാണ്. എന്താണ് ആ തെറ്റുകൾ? മക്കളെ, തെറ്റുകൾ എന്ന് പറയാൻ മാത്രമുള്ള ഒന്നുമില്ല. ഒന്ന്, നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ചിന്ത അത് നിങ്ങൾ ഒഴിവാക്കണം. അതായത് ഞങ്ങൾ 2 വർഷം പഠിച്ചു, +1 +2, അതായത് എത്രയോ മാസങ്ങൾ, 24 മാസങ്ങൾ, അതാണല്ലോ ഈ 2 വർഷം. എന്നിട്ട് പഠിച്ചിട്ട് കിട്ടാത്തത് ഞങ്ങൾക്ക് ഇത്രയും ദിവസങ്ങൾ, അതായത് ഒരു 10-20 ദിവസങ്ങളേ ഉള്ളൂ, ആ ദിവസത്തിനുള്ളിൽ കിട്ടും. ഈ ചിന്ത ആദ്യം ഒഴിവാക്കുക. കാരണം നിങ്ങൾ ഈ 2 വർഷം എന്താ ചെയ്തു കുട്ടി എന്നുള്ളത് സത്യം പറയാൻ ഞാൻ പറയണോ? നിങ്ങൾക്ക് തന്നെ അറിഞ്ഞൂടാ. 2 വർഷം സത്യം പറയാം, രാവിലെ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ബാഗും തൂക്കി അങ്ങോട്ട് പോകുന്നുണ്ട്, വൈകുന്നേരം വരുന്നുണ്ട്, അതിൻ്റെ ഉള്ളിൽ കുറേ കളിക്കുന്നുണ്ട്, ചിലപ്പോൾ ജൂനിയേഴ്സിനൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നോക്കുന്നുണ്ട്, അവരെ കുറിച്ച് ശല്യപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെ തന്നെയല്ലേ നടന്നത് നമ്മൾ. അല്ലാതെ പഠിച്ചിട്ട് പാസ്സാവാത്തതാണോ? അല്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആ ചിന്ത നിങ്ങൾ മനസ്സിൽ നിന്ന് ഒഴിവാക്കുക. 10th നിങ്ങൾ എത്രത്തോളം നന്നായിട്ട് പഠിച്ചിട്ടുണ്ടടാ? കാരണം 10th നിങ്ങളുടെ കൂടെ ആരുണ്ടായിരുന്നു? ഒരു മെൻറ്റർഷിപ്പ് എന്നുള്ളൊരു രീതി ഉണ്ടായിരുന്നു. ആരാണ് ഈ മെൻറ്റർഷിപ്പ്? അതായത് കുടുംബക്കാരും കൂട്ടക്കാരും അയൽവാസികളും ഫ്രണ്ട്സുകളും എല്ലാം. അതായത് എങ്ങനെ മെൻറ്റർഷിപ്പ്? ചിലപ്പോൾ നല്ല രീതിയിലാവണമെന്നില്ല. 10ാം ക്ലാസ് ആണ് കേട്ടോ. ഈ ഒരു സംഭവം നമ്മൾ സ്കൂളിൽ 10ാം ക്ലാസ്സിലേക്ക് രാവിലെ നേരത്തെ ഇറങ്ങും. കാരണം സ്പെഷ്യൽ ക്ലാസ്സുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ ട്യൂഷൻ ക്ലാസ്സിലേക്കൊക്കെ രാവിലെ നേരത്തെ ഇറങ്ങുമ്പോൾ അപ്പോഴും ബസ് കണ്ടക്ടറോ അല്ലെങ്കിൽ ബസ്സിലുള്ള ആരെങ്കിലുമൊക്കെ പറയും 10ാം ക്ലാസ് ആണല്ലേ, നല്ല മാർക്ക് ഉണ്ടാവും. ഇതൊക്കെ കൂടി നമ്മളൊരു എന്തായാലും വാങ്ങിയേ തീരൂ എന്നുള്ള ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ പോയത്. പക്ഷെ +2 എത്തിയപ്പോൾ മക്കൾക്ക് അതില്ല. മക്കളോട് ഇനി ചോദിച്ചാൽ തന്നെ നിങ്ങൾ കറക്റ്റ് മറുപടിയൊക്കെ കൊടുത്താൽ അങ്ങനെ അവരെ ഒതുക്കി അല്ലേ. അപ്പം ഞാൻ പറയുന്നത് കൃത്യമായ മെൻറ്റർഷിപ്പ് നമുക്ക് ആവശ്യമുണ്ട് അല്ലേ. അതുകൊണ്ട് ആ മെൻറ്റർഷിപ്പ് നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഞങ്ങൾ ടീച്ചേഴ്സ് നിങ്ങൾക്ക് തരാൻ തയ്യാറാണ്. നിങ്ങളങ്ങോട്ട് ഒഴിവാക്കുന്നില്ല. +2 കഴിഞ്ഞതോടുകൂടി നിങ്ങളങ്ങോട്ട് ഒഴിവാക്കുന്നില്ല. നിങ്ങൾ നമ്മളെ കൂടെ തന്നെ കൂട്ടാണ്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ കൂടാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ തെറ്റാവർത്തിക്കാൻ പാടില്ല, ഞങ്ങൾക്കിനി കഴിയോ എന്നുള്ള ചിന്ത ഈ വീഡിയോ കാണുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ നിന്നും കാറ്റായി മഴയായി കിളിവാതിൽ അങ്ങനെ അങ്ങോട്ട് പോകണം. ഇനി അങ്ങോട്ട് വരാൻ പാടില്ല, പോട്ടെ. അതൊന്നാമത്തെ തെറ്റ്. 2ാമത്തെ തെറ്റ്, ഇനിയുമുണ്ടല്ലോ ദിവസങ്ങൾ, നാളെ പഠിക്കാം. നാളെ ആകുമ്പോൾ രാത്രിയാകുമ്പോൾ വിചാരിക്കും ഓക്കെ ഇന്ന് ഇങ്ങോട്ട് ഉറങ്ങട്ടെ, നാളെ രാവിലെ എന്തായാലും എണീറ്റിട്ട് പൊളിറ്റിക്സ് അല്ലെങ്കിൽ അക്കൗണ്ടൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ബിസിനസ് സ്റ്റഡീസ് ഇതെന്തായാലും പഠിക്കാം. എന്നിട്ട് രാവിലെ ആകുമ്പോൾ വിചാരിക്കും ഉച്ചക്കുണ്ടല്ലോ കുറച്ചൊരു 11 മണിയായിക്കോട്ടെ, കുറച്ച് നേരം ഫോണിൽ കളിക്കട്ടെ. 11 മണിയാകുമ്പോൾ തോന്നും ചോറ് എന്നിട്ട് എന്തായാലും 2 മണി മുതൽ ഒരു 4 മണി വരെ കണ്ടിന്യൂസ്ലി 2 മണിക്കൂർ പഠിക്കുന്നു. എന്നിട്ട് രാത്രിയാകും. ഇങ്ങനെ ദിവസങ്ങൾ പോയി ലാസ്റ്റ് എന്തായിരിക്കും? കൃത്യമായിട്ടുള്ള ഒരു 1 വീക്ക് നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഓടിക്കാതെ അങ്ങോട്ട് പോകുന്നുണ്ട്, ലൈവ് കാണുന്നുണ്ട്, ഇങ്ങോട്ടാക്കുന്നുണ്ട്, വീണ്ടും നിങ്ങൾ ഫെയിൽ ആവലേ ഉണ്ടാവുള്ളൂ. ഇത് തന്നെയാണ് നിങ്ങൾ ഈ 2 വർഷം +1 +2 പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സംഭവിച്ചത്. ഈ തെറ്റുകൾ മക്കളെ ആവർത്തിക്കരുത് എന്ന് ഞാൻ ആവർത്തിച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് പറയുന്നു. എന്തിനാണ് സാറേ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ മക്കളെ, നിങ്ങളുടെ വേദന മനസ്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾ തരുന്ന ഓരോ മെസ്സേജുകളും ഞങ്ങൾ ബസ് കാത്തിക്കുമ്പോൾ, ചിലപ്പോൾ ഞാനൊക്കെ ബസ് കാത്തിക്കുമ്പോൾ ബസ് സ്റ്റാൻഡിൽ നമ്മളെ കാണുമ്പോൾ ഓരോ കുട്ടികൾ വന്നിട്ട് സാറേ +2 കഴിഞ്ഞ വിദ്യാർത്ഥിയാണ്, ഞാൻ സാറിൻ്റെ ലൈവൊക്കെ കണ്ടിരുന്നു, അപ്പോൾ എന്താണ് റിസൾട്ട് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മടിയുണ്ടാവും. റിസൾട്ട് ഞാൻ പൊതുവെ ചോദിക്കാറില്ല, പക്ഷെ എന്നാലും വെറുതെ വേറൊന്നും ചോദിക്കാനില്ലല്ലോ, അപ്പോൾ റിസൾട്ടൊന്നും കുഴപ്പമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി പറയും. ആ കുട്ടീൻ്റെ കണ്ണൊക്കെ പെട്ടെന്ന് എന്തായിരിക്കും ഇങ്ങനെ നമ്മൾ താഴോട്ട് എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫേസിൽ നോക്കിക്കൊണ്ടിരുന്ന കുട്ടിയായിരിക്കും. പെട്ടെന്ന് ഇങ്ങനെ ഒന്നിൽ സൈഡ് കണ്ണ് വിട്ടു അല്ലെങ്കിൽ താഴോട്ടേക്ക്, അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. നമ്മൾ പറയും കുഴപ്പമില്ലടാ, എന്തായാലും കുറച്ച് മാർക്ക് കുറഞ്ഞു പോയില്ല. അപ്പോൾ ആ കുട്ടി തന്നെ പറയും ഫെയിലായിട്ടുണ്ട് സാറേ, എന്താ ചെയ്യാന്നുള്ളത്. അത് മക്കളെ സംഭവിച്ചുകൂടാ. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഞങ്ങളെ കൊണ്ട് ചെയ്തു തരാൻ പറ്റുന്നത് മക്കളെ, ഇപ്പം ഞങ്ങളൊരു ഇത് തുടങ്ങിയിട്ടുണ്ട്. 999 രൂപക്ക് ഒരു വിഷയം. നിങ്ങൾ ഒരു വിഷയമാണുള്ളെങ്കിൽ 999 രൂപ. എങ്ങനെയാണ് സാറേ ഈ ബാച്ചിൽ ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുന്നവരല്ലേ, അതേപോലെ തന്നെയാണ് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഓരോന്ന് ക്ലിക്ക് ചെയ്യാനുണ്ടാവും. നിങ്ങൾക്ക് ഏത് വിഷയമാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത്. ഇനി 2 വിഷയമാണെങ്കിൽ ഒരു വിഷയം, ഇപ്പോൾ അക്കൗണ്ടൻസി നിങ്ങൾ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ അക്കൗണ്ടൻസി നേരെ +, ചിഹ്നമുണ്ടാവും, +, ഇടുക. ഇനി ഏതാണ് വിഷയം ചെയ്യാനുള്ളത്, ഇനി ചിലപ്പോൾ അക്കൗണ്ടൻസി കഴിഞ്ഞാൽ ചിലപ്പോൾ ബിസിനസ് സ്റ്റഡീസും ചെയ്യാനുണ്ടാവും, അതും +, ഇടുക. അങ്ങനെ വരുമ്പോൾ താഴേക്ക് വരുമ്പോൾ പേ എന്നുള്ള പൈസ കാണിക്കും. അതായത് 2 വിഷയമാണെങ്കിൽ 2 വിഷയത്തിൻ്റെ പൈസ 1998 എന്ന് കാണിക്കും, അല്ലെങ്കിൽ 999 ഒരു വിഷയമാണെങ്കിൽ കാണിക്കും. അത് പേ ചെയ്യുക, ബാക്കി കാര്യങ്ങളൊക്കെ. അതിൽ നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഭാഗമുണ്ട്. ആ നമ്പറിൽ ഒരു OTP വരാണ്ട് മക്കളെ, നിലവിലുള്ള അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള നമ്പർ മാത്രം അടിച്ചു നോക്കുക. മാക്സിമം നിങ്ങൾ ഈ എജുപോർട്ട് എന്നുള്ള ആപ്പ് ഏത് മൊബൈൽ നമ്പറുള്ള ഫോണിലാണോ നിങ്ങൾ ഡൗൺലോഡ് ആക്കുന്നത് ആ നമ്പർ തന്നെ ക്ലിക്ക് ചെയ്യാൻ നോക്കുക. പിന്നെ ഒരു മെയിൽ ID ഉണ്ടാവും. സംഭവം ഓക്കെയാണ്. ഈ ഫ്രൈഡേ ആണ് നമ്മൾ ബാച്ച് ആരംഭിക്കുന്നത്. നിങ്ങൾ കൂടെ കൂടാനുണ്ടെങ്കിൽ ഈ തെറ്റുകളൊന്നും വരുത്താതെ നിങ്ങൾക്ക് കൃത്യമായ മെൻറ്റർഷിപ്പും ഡെയിലി ലൈവ് ക്ലാസ്സോട് കൂടിയൊക്കെ ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളെ, ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ID SP_Sahad എന്നുള്ളതാണ് കേട്ടോ.
ഇത് ഫോളോ ചെയ്യാനൊന്നും ഞാൻ പറയണമെന്നില്ല, ഫോളോ ചെയ്യണവർക്ക് ഫോളോ ചെയ്യാം, അല്ലാത്തവർ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ചോദിക്കാം, മെസ്സേജിലൂടെ ചോദിക്കാം. ഞാൻ ഏത് ടൈമിലും അവൈലബിൾ ആയിരിക്കും. കാരണം എക്സാമിന് ഞാൻ കൂടെ തന്നെയുണ്ട്. കാരണം തോറ്റുപോയവരുടെ വേദന ഓരോ മെസ്സേജിലൂടെ എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ. നിങ്ങൾ ഒരിക്കലും തോറ്റുപോയിട്ടില്ല, കുറച്ച് മാർക്ക് കുറഞ്ഞു പോയതാണ്. അത് നമ്മൾ എതിരാളികളുടെ നാവടിപ്പിക്കുന്ന, നിങ്ങളെ കളിയാക്കിയവരെ നാവടിപ്പിക്കുന്ന രീതിയിൽ നമ്മളതായിരിക്കും. ജൂൺ 23-നാണ് എക്സാം. അത് കഴിയലോട് കൂടി നമ്മളിങ്ങോട്ട് പുഞ്ചിരിക്കും. റിസൾട്ട് ഒരു ജൂലൈ മാസമാകുമ്പോഴേക്കും വരും, സെറ്റാക്കിയിരിക്കും നമ്മൾ. ഇത് ഞങ്ങളുടെ വാക്കാണ്, ഇതെൻ്റെ വാക്കാണ്, ഞങ്ങളുടെ വാക്കാണ്, എജ്യൂപോർട്ടിൻ്റെ വാക്കാണ്. വിശ്വസിക്കാം, കൂടെ കൂടാം. അല്ലാത്തവർക്ക് ഇതിലെ കേട്ട് ഇതിലെ വിടാം. ഒന്നും നമ്മൾ പറയുന്നില്ല. നിങ്ങൾ കൂടെ കൂടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കയറാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം. ഓക്കെ, താങ്ക് യു.